കർത്താവിൻ്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. ദൈവത്തിൻ്റെ ദയ, വിശ്വസ്തത, കരുണ, കരുതൽ, കരുത്ത് എല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. വീഴാതവണ്ണം നമ്മെ ഓരോ ദിവസവും സൂക്ഷിച്ച് നടത്തുന്ന ദൈവത്തിൻ്റെ അളവറ്റ വലുപ്പത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. അനേക തവണ എഴുന്നേൽക്കത്തില്ലെന്ന് നമ്മൾ ചിന്തിച്ചപ്പോഴും ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നമ്മെ നടത്തി പരിപാലിച്ച സർവശക്തന് നന്ദി പറയാം. ഈ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? സങ്കീർത്തനക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ജീവപര്യന്തം നമ്മെ വഴി നടത്തുന്ന ഉന്നതനായ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ആരും മാറിയാലും മാറാത്ത, ആരും മറന്നാലും മറക്കാത്ത, നമ്മെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞ ദൈവം. ഇൻ കേസ് ചില അമ്മമാർക്ക് മക്കളെ സ്നേഹിക്കാൻ കഴിയാത്ത തലങ്ങളുണ്ട്. എന്നാൽ തിരുവെഴുത്ത് പറയുന്നു, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? ആ പുസ്തകം എഴുതിയ സമയത്ത് അങ്ങനെയുള്ള സംഭവങ്ങൾ കുറവായിരുന്നു. താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അടുത്ത ഭാഗം, അവർ മറന്നു കളഞ്ഞാൽ പോലും ഞാൻ നിന്നെ മറക്കുകയില്ല. ചിലപ്പോൾ അപ്പൻ മറക്കട്ടെ, അമ്മ മറക്കട്ടെ, സഹോദരങ്ങൾ മറക്കട്ടെ, മക്കൾ മറക്കട്ടെ, മറക്കാത്ത ഒരു ദൈവമുണ്ട് കേട്ടോ. അതെപ്പോഴും ഓർത്തോണം. ആരുമില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. സർവശക്തനായ ദൈവം, കണ്ണുനീര് തുടയ്ക്കുന്നവൻ, അറിവോടണയ്ക്കുന്നവൻ, മാറിടത്തിൽ വഹിക്കുന്നവൻ, പതുക്കെ നടത്തുന്നവൻ നമ്മുടെ കൂടെ എല്ലാ ദിവസവും ഉണ്ട് എന്ന ചിന്ത ഇന്ന് പകൽ നമ്മളെ ഭരിക്കുവാനിടയായിത്തീരണം. വിഷാദമകത്ത് വരുമ്പോഴും പറയണം, വിഷാദിച്ചുള്ളിൽ ഞരങ്ങേണ്ട കാര്യമില്ല. ഞാൻ പ്രത്യാശിക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത സർവശക്തനായ ഒരു ദൈവം കൂടെ ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാൻ ഇടയായിത്തീരണം. യഹോവയിലേക്ക് നോക്കണം, കണ്ണുകളെ ഉയർത്തണം, ദൈവശക്തി ഏറ്റെടുത്ത് മുൻപോട്ട് പോകാൻ തയ്യാറാകുമെങ്കിൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാ നാടുകളിലും നമ്മളോട് കൂടെ ഇരിക്കും. കൂരുകൾ വരുമ്പോഴും അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരിക്കും. ആഴി വന്നാലും ആഴിയിലും ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. കഷ്ടതയിലിരുന്ന എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, നിലവിളി ഞാൻ കേട്ടു, സങ്കടം ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി വന്നു. അറിയുക മാത്രമല്ല, ഇറങ്ങി വരികയും പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തി ഒന്ന് തിരിച്ചറിയാനൂടെ ഇന്നും നമ്മൾ തയ്യാറാവണം. പ്രാർത്ഥിക്കൂ, മുട്ടുമടക്കൂ, ദൈവത്തോട് സംസാരിക്കൂ, കർത്താവിങ്കിൽ നിന്ന് വൻകാര്യങ്ങൾ പ്രാപിക്കണം. പൗലോസ്ലീഹ വേദനയുടെയും കഷ്ടങ്ങളുടെയും ഒക്കെ നടുവിലും താൻ പറയുന്ന പ്രസ്താവന, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും. ഇപ്പം കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ തൃക്കാക്കലിരിക്കണം. തൃക്കാക്കലിരുന്നവർ തിരുവചനം പ്രാപിച്ചു. അപ്പോൾ തൃക്കാക്കലിരുന്ന ദൈവമേ, അങ്ങയുടെ ശബ്ദം, അങ്ങയുടെ അരുളപ്പാടുകൾ, അങ്ങയുടെ ഇഷ്ടം, ഞങ്ങളുടെ മേലുള്ള ദൈവപ്രവർത്തികൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ച്, കർത്താവിൽ പ്രാപിക്കുന്നവർക്ക് ഏൽപ്പിച്ചു കൊടുക്കാനും മറ്റുള്ളവർക്ക് കൊടുക്കാനും പറ്റുള്ളൂ. ഇരിക്കണം. ദൈവത്തിൻ്റെ പ്രത്യേകമായ അവിടുത്തെ പ്ലാനുകൾ ദൈവം നമുക്ക് മനസ്സിലാക്കി തരും. ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? അവിടുത്തെ പാദപീഠത്തിലിരിക്കാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറയാൻ തയ്യാറാകുമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടലുകൾ ഇന്ന് പകലിലും നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി സ്വർഗം ആദരിക്കും എന്നുള്ളതിന് സംശയമില്ല. 68-ാം സങ്കീർത്തനം 33-ാമത് വാക്യം നമുക്ക് സുപരിതമാണല്ലോ. പുരാതന സ്വർഗാദി സ്വർഗങ്ങളിൽ വാഹനമേറുന്നവന് പാടുവീൻ. ഇതാ അവൻ തൻ്റെ ശബ്ദത്തെ
ബലമേറിയൊരു ശബ്ദത്തെ കേൾപ്പിക്കുന്നു. 68-ാം സങ്കീർത്തനം വളരെ സുപരിതമായ സങ്കീർത്തനമാണ്. തുടക്കം നമ്മളെല്ലാം ആവർത്തിച്ച് പ്രാർത്ഥിക്കുകയും ഉരുവിടുകയൊക്കെ ചെയ്യുന്ന ഒത്തിരി ഭാഗങ്ങൾ തുടക്കത്തിലും മധ്യഭാഗത്തുമൊക്കെ ഉണ്ട്. ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. തീങ്കൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടശക്തികൾ ദൈവത്തിൻ്റെ മുമ്പാകെ ഉരുകിപ്പോകും. പുക പതറിക്കും പോലെ അവർ പതറിപ്പോകും. ദൈവമഹത്വം ഇറക്കുന്ന സമയങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾ തോറും ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ്, ഉച്ചാരണങ്ങളുടെ ദൈവം, മരണത്തിൽ നിന്ന് നീക്കുപോക്കുകൾ നൽകുന്നവർ എന്നൊക്കെ ഇതിനകത്ത് വ്യക്തമായി ആലേഖനം ചെയ്തിട്ടുണ്ട്. ദൈവം തൻ്റെ ജനത്തിന് മുമ്പായി പുറപ്പെടുമെന്നും പുറപ്പെടുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളും ധാരാളം മഴ പെയ്യിപ്പിക്കുന്നു, ക്ഷീണിച്ചിരിക്കുന്ന തൻ്റെ ജനത്തിൻ്റെ അവകാശത്തെ സന്തോഷിപ്പിക്കുമെന്നും ഒക്കെ നമ്മളെ പ്രത്യാശയോടെ നടത്തുന്ന ഒത്തിരി വാക്കുകൾ ഇതിനകത്തുണ്ട്. എന്നിട്ടാണ് നാം വായിച്ച വാക്യത്തിൻ്റെ പ്രസക്തി. പുരാതന സ്വർഗാദി സ്വർഗങ്ങളിൽ വാഹനമേറുന്നവന് പാടുവേൻ. വാഹനമേറുന്ന ദൈവമുണ്ട്, പുരാതനായി ദൈവമുണ്ട്. കർത്താവേ, നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാണ്. ഒരു ദിവസത്തേക്കുള്ള ഒരു ദൈവമല്ല, നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവമുണ്ട്, അനാദിയിലെ ദൈവമുണ്ട്. മറ്റൊരിടത്ത് പറയുന്നത് പുരാതനായ ദൈവം സങ്കേതമാണ്, ശാശ്വത ഭുജങ്ങൾ നമുക്ക് കീഴേ ഉണ്ട്. അപ്പോൾ പുരാതനായ ദൈവം, നമ്മെ അറിയുന്ന ഒരു ദൈവം, നമ്മുടെ വിഷയങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ദൈവം. മറന്നു പോകരുത്. നമ്മൾ ഇന്നത്തെ വിഷയങ്ങൾ കണ്ട് ഭയപ്പെടുകയും ഭാരപ്പെടുകയും സംശയിക്കുകയും അവിശ്വാസം അകത്തു വരികയും ചെയ്യുമ്പോൾ ആഴമായൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളും നമ്മുടെ സബ്ജക്റ്റും ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ ദൈവമുണ്ട്. എന്നുവെച്ചാൽ അവിടുത്തേക്കെല്ലാം അറിയാം. നമ്മുടെ നാളുകളും ഇന്നലകളും ഇന്നും എല്ലാം വ്യക്തമായി അറിയുന്ന ഒരു ദൈവം. അടുത്ത ഭാഗത്തേക്ക് ഞാൻ വേഗത്തിൽ പോകുന്നു. ഇതാ അവൻ തൻ്റെ ശബ്ദത്തെ, ബലമേറിയൊരു ശബ്ദത്തെ കേൾപ്പിക്കുന്നു. തൻ്റെ ജനത്തിനു വേണ്ടി ഒരു ശബ്ദം കേൾപ്പിക്കാൻ പോകുകയാണ്. അവൻ തൻ്റെ ശബ്ദം കേൾപ്പിച്ചു, ഭൂമി ഉരുകിപ്പോയി. അവൻ തൻ്റെ ശബ്ദം കേൾപ്പിക്കുമ്പോൾ നോർമൽ ശബ്ദമല്ല, പെരുവെള്ളത്തിൻ്റെ മീതെയുള്ള ശബ്ദം, പെരുവെള്ളത്തെ ഓവർകം ചെയ്യുന്ന ശബ്ദം, പ്രവാഹങ്ങൾക്ക് മീതെയുള്ള ഒരു ശബ്ദം, അടിച്ചുയരുന്ന പ്രഭാവങ്ങൾ, അതിൻ്റെ ശക്തികൾ ഒരറ്റത്ത് ഹുങ്കാരപ്രതാപത്തിൻ്റെ ശബ്ദം മുഴക്കുമ്പോൾ അതിനെയൊക്കെ ജയിക്കുന്ന പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ഒരു ശബ്ദം നമ്മുടെ ദൈവത്തിനുണ്ട്. ആ ശബ്ദത്തിൻ്റെ പേരാണ് ബലമേറിയ ശബ്ദം. ലാസറിൻ്റെ കല്ലറയ്ക്കകത്തേക്ക് ഈ ശക്തിയുള്ള ശബ്ദം, ബലമേറിയ ശബ്ദം, പ്രകമ്പനം കൊണ്ടില്ലേ ലാസറേ പുറത്തു വരികയെന്ന് യേശു വിളിച്ചപ്പോൾ ആ ബലമുള്ള ശബ്ദം, ഒന്നുകൂടി പറഞ്ഞാൽ ജീവിപ്പിക്കുന്ന ശബ്ദം ലാസറിനെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ നമുക്ക് വേണ്ടി ഇന്നു പകലും ബലമേറിയൊരു ശബ്ദം, ബലവാനായ ദൈവം മുഴക്കുമ്പോൾ ആ ശബ്ദം ബലമേറിയ ശബ്ദമാണ്. കിടിലം തട്ടിക്കേണ്ടടുത്ത് കിടിലം തട്ടി, ഉരുക്കേണ്ടതിനെ ഉരുക്കി, ജീവിപ്പിക്കേണ്ടതിനെ ജീവിപ്പിച്ച്, പുറത്തു കൊണ്ടുവരേണ്ടതിനെ പുറത്തു കൊണ്ടുവന്ന് ശക്തിയോടെ നടത്താൻ കഴിവുള്ള ശ്രേഷ്ഠമായൊരു ശബ്ദം ഇന്ന് പകലിലും തൻ്റെ ജനത്തിനു വേണ്ടി വെളിപ്പെടുക. പ്രാർത്ഥിക്കാമോ? ദൈവമേ, ബലമേറിയൊരു ശബ്ദം എനിക്ക് വേണ്ടിയും എൻ്റെ തലമുറയ്ക്ക് വേണ്ടിയും എൻ്റെ ശരീരത്തിന് വേണ്ടിയും എൻ്റെ ആത്മമണ്ഡലത്തിന് വേണ്ടിയും ഇന്ന് പകലൊന്ന് കേൾപ്പിക്കണമേ. ആ ശബ്ദം കേട്ടാൽ ചൈതന്യം വരും. ആ ശബ്ദം കേട്ടാൽ തകർന്നും തളർന്നുമിരിക്കുന്ന അവകാശത്തെ, ക്ഷീണിച്ചിരിക്കുന്ന അവകാശത്തെ ആത്മാവിൽ എഴുന്നേൽപ്പിക്കുന്ന ശ്രേഷ്ഠകരമായൊരു തലത്തിലേക്ക് അത് മാറ്റപ്പെടും. പ്രാർത്ഥിച്ചു തുടങ്ങൂ. ദൈവമേ, ഇന്ന് പകൽ എൻ്റെ തലമുറകൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി,
വേദനിക്കുന്ന വിഷയത്തിനു വേണ്ടി അങ്ങയുടെ ശ്രേഷ്ഠ ശബ്ദം ഒന്ന് വെളിപ്പെടുത്തണമേ എന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങാമോ? ആ ശബ്ദം ദൈവം നിങ്ങളെ കേൾപ്പിക്കും. ആ ശബ്ദം കേൾപ്പിച്ചാൽ സംഭവിക്കുന്ന കാര്യം, ഇസ്രായേലിൻ്റെ ദൈവം തൻ്റെ ജനത്തിന് ശക്തി കൊടുക്കുന്നു, ബലം കൊടുക്കുന്നു. ഈ ശബ്ദം കേട്ടാൽ തളരില്ല. തളർന്നവർക്ക് ബലം, ശക്തി നൽകുന്നതാണ് ദൈവശബ്ദം. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ പ്രിയരെ? ദൈവശബ്ദം കേട്ടവർ ശക്തിപ്പെടും. അവർ കൃപമേൽ കൃപ പ്രാപിച്ച് ആത്മാവിൽ സജ്ജരായി എഴുന്നേറ്റ് വന്ന് ശക്തിയോടെ ദൈവപ്രവർത്തിക്ക് വേണ്ടി ഒരുങ്ങുന്ന നിമിഷമായി ഇന്ന് പകൽ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, എൻ്റെ ജനത്തിനു വേണ്ടി ആ ശബ്ദം പുറപ്പെടുകയാണ്. എൻ്റെ ജനത്തിനു വേണ്ടി ആ ശബ്ദം മുഴങ്ങുകയാണ്. ഹല്ലേലൂയ. ആ ശബ്ദം എവിടെയൊക്കെ മുഴങ്ങിയിട്ടുണ്ടോ, തുടക്കത്തിൽ പറഞ്ഞതുപോലെ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എഴുന്നേറ്റ് വരാണ്ട് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. നമുക്കറിയാം, കർത്താവ് താൻ ഗംഭീരനാദത്തോടും, ആ ഗംഭീരനാദത്തിൻ്റെ ധ്വനി വരുമ്പോൾ മരിച്ച വിശുദ്ധന്മാർ കല്ലറകളെ ഭേദിച്ച് ഉയർത്തെഴുന്നേൽക്കും. ഈ പകലുമായി ശബ്ദം വെളിപ്പെട്ടാൽ ഉയർത്തെഴുന്നേൽക്കാത്ത സകല സബ്ജക്റ്റുകൾ ഉയർത്തെഴുന്നേൽക്കും. ഡെഡായത് ജീവൻ വെച്ച് പുറത്തു വരും. പറ, കർത്താവേ, ഇന്ന് പകൽ എൻ്റെ വിഷയത്തിന്മേൽ ആ ശബ്ദം ഒന്ന് കേൾപ്പിക്കണം. മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല, തളർന്നിരിക്കുക, ക്ഷീണിച്ചിരിക്കുക, എന്ത് ചെയ്യണമെന്നറിയില്ല. ബലമേറിയ ശബ്ദം, അത് ശക്തിയായി വെളിപ്പെടും. ആ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ മേൽ ദൈവിക ബലം വ്യാപരിക്കും. ഏൽപ്പിച്ചു കൊടുക്കാമോ? ഒന്നുകൂടെ ഒന്ന് സമർപ്പിക്കാമോ? പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, പുരാതനായ ദൈവം, സ്വർഗാദി സ്വർഗങ്ങൾ വാഹനമേറുന്ന ദൈവം, ഇന്ന് പകലും അവിടുത്തെ ശ്രേഷ്ഠ ശബ്ദം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. രോഗികളുടെ മേൽ ആ ശബ്ദം വെളിപ്പെടുമ്പോൾ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. രോഗികൾ സൗഖ്യമായിരിക്കാൻ സ്തോത്രം. തകർന്നിരിക്കുന്ന തൻ്റെ ജനത്തോട്, നടക്കില്ല എന്ന് പറഞ്ഞ് ഭയപ്പെടുന്ന തൻ്റെ ജനത്തോട് ആ ശബ്ദം കേൾപ്പിക്കുന്നു. ഞാൻ സകല ജഡത്തിൻ്റെ ദൈവമായ യഹോവ, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ട്. ക്ഷീണിച്ചും തളർന്നുമിരിക്കുന്ന തൻ്റെ ജനത്തിനു വേണ്ടി ആ ശബ്ദം കേൾപ്പിക്കുന്നു. ക്ഷീണിച്ചിരിക്കുന്ന തൻ്റെ ജനത്തിൻ്റെ അവകാശത്തെ ഞാൻ സന്തോഷിപ്പിക്കുന്നു. എങ്ങനെ മുൻപോട്ട് പോകണമെന്ന് അറിയാതെ ഭാരപ്പെടുന്ന തൻ്റെ ജനത്തിനു വേണ്ടി ശക്തമായ ശബ്ദം, ഞാൻ നിനക്ക് മുമ്പായി പുറപ്പെട്ട ദുർഘടങ്ങളെ നിരപ്പാക്കാം. ഇന്ന് പകലും പിതാവേ, ആ ശബ്ദത്തിൻ്റെ ശക്തി ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അവിടുന്ന് വിടുതൽ അയച്ചിരിക്കാൻ സ്തോത്രം, സൗഖ്യം കൽപ്പിച്ചിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമം തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ശ്രേഷ്ഠമായ ശബ്ദം, ബലമുള്ള ശബ്ദം, ശക്തീകരിക്കുന്ന ശബ്ദം പ്രാർത്ഥിക്കൂ, നമുക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുക. വിശ്വസിക്കൂ. കർത്താവ് വചനങ്ങൾ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു.